കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതിപട്ടികയിലില്ല. അതെ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത ഇതാണ്. രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായ പേരുകൾ ഒഴിവാക്കപ്പെടുമ്പോൾ ഈ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത്? വെറും 3 ഉദ്യോഗസ്ഥരെ മാത്രം പ്രതികളാക്കി ഈ വമ്പൻ കൊള്ള ഒതുക്കി തീർക്കാൻ ആരെങ്കിലും ചരട് വലിക്കുന്നുണ്ടോ? അയ്യപ്പന്റെ തിരുമുറ്റത്ത് നടന്ന ഈ മഹാപാതകത്തിന്റെ ചുരുളഴിയണമെങ്കിൽ അന്വേഷണം വെറും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. എന്താണ് യഥാർത്ഥത്തിൽ സന്നിധാനത്ത് നടന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, പച്ചയായ വഞ്ചന. ഭഗവാന്റെ ശ്രീകോവിലിന് കാവൽ നിൽക്കുന്ന ദ്വാരപാലക പാളികളിലും കട്ടിളപ്പാളികളിലും സ്വർണത്തിന് പകരം ഇന്നിരിക്കുന്നത് വെറും ചെമ്പാണ്. ഒറിജിനൽ സ്വർണ്ണ പ്ലേറ്റുകൾ മോഷ്ടിക്കപ്പെട്ടു, പകരം സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു. 1998 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ എപ്പോഴോ ആണ് ഈ കൊള്ള നടന്നത്. ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടത് 3.7 കിലോ സ്വർണത്തിന്റെ കുറവാണ്. ലക്ഷക്കണക്കിന് ഭക്തർ തൊഴുതു വണങ്ങുന്ന ആ തിരുനടയിൽ ഇത്രയും കാലം ഈ കള്ളക്കളി നടന്നത് ആരും അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ടും കണ്ണടച്ചു? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയില്ല. ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസിലെ പല സത്യങ്ങളും ഇന്നും ഇരുട്ടിലിരുന്നേനെ. ഇപ്പോൾ 3 ഉദ്യോഗസ്ഥരെ പ്രതിപട്ടികയിൽ ചേർത്ത് അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇത് വെറും കണ്ണിൽ പൊടിയിടലല്ലേ? കുറ്റപത്രം സമർപ്പിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു. ഈ താമസം ആരെ സഹായിക്കാനാണ്? പ്രതികൾക്ക് മുൻകൂർ ജാമ്യം എടുക്കാനും തെളിവുകൾ നശിപ്പിക്കാനും അവസരമൊരുക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? 2019 മുതലുള്ള ഫോൺ രേഖകൾ പരിശോധിക്കാൻ പോലും കോടതിക്ക് പറയേണ്ടി വരുന്നുവെങ്കിൽ SITയുടെ ആത്മാർത്ഥത എവിടെയാണ്? കഥ അവിടെയും തീരുന്നില്ല. 2017 സ്വർണ്ണക്കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വൻ ക്രമക്കേടുകളാണ് പുറത്തു വരുന്നത്. ഹൈദരാബാദിലെ ഒരു ഗ്രൂപ്പ് നൽകിയ കോടികൾക്ക് പുറമെ ഒരു പ്രമുഖ സിനിമാ താരവും വലിയൊരു ജ്വല്ലറിയും സ്വർണം നൽകിയിരുന്നു. പക്ഷേ ഈ സ്വർണത്തിന് ദേവസ്വം ബോർഡ് രസീത് നൽകിയിട്ടില്ല. അയ്യപ്പന് കിട്ടേണ്ട സ്വർണം വഴിയിൽ വെച്ച് ആവിയായോ? രസീത് നൽകാതെ സ്വർണം കൈപ്പറ്റാൻ ഏത് ഉദ്യോഗസ്ഥനാണ് അധികാരം നൽകിയത്? വിജിലൻസ് ത്വരിത പരിശോധനയ്ക്ക് കോടതി ഉത്തരവിട്ടത് ഈ നാടകങ്ങൾ കണ്ടിട്ടാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ബാവ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്കാണ്. കേരളത്തിലെ ലാബുകളിൽ പരിശോധിക്കാൻ കഴിയാത്ത ഹൈടെക് തട്ടിപ്പാണ് സന്നിധാനത്ത് നടന്നത്. ബാർക്കിൽ നിന്നുള്ള പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ കൊള്ളയുടെ യഥാർത്ഥ വ്യാപ്തി ലോകമറിയും. ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കി രാഷ്ട്രീയ നേതാക്കളെ രക്ഷിക്കാൻ നോക്കിയാൽ അത് നടക്കില്ല. ഈ മാസം അന്വേഷണ സംഘം വീണ്ടും സന്നിധാനത്തെത്തുന്നുണ്ട്. ഭക്തരുടെ പണവും ഭഗവാന്റെ സ്വർണവും കവർന്നവർ ആരായാലും അവർ നിയമത്തിന് മുന്നിൽ വരിക തന്നെ വേണം. SIT ഓർക്കുക, നിങ്ങൾ പരിശോധിക്കുന്നത് വെറും സ്വർണമല്ല, ഒരു ജനതയുടെ വിശ്വാസമാണ്. സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യഥാർത്ഥ ശ്രീകോവിലിൽ വാതിൽ തന്നെ എവിടെ പോയി എന്നതിന് മറുപടിയില്ല. തേക്ക് തടിയിൽ നിർമ്മിച്ച പഴയ വാതിൽ ലേലം ചെയ്തോ അതോ ആരെങ്കിലും കടത്തിയോ എന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ പക്കൽ രേഖകളില്ല. ഇത് കേവലം സ്വർണ്ണ മോഷ്ടിക്കൽ മാത്രമല്ല, ചരിത്രപരമായ തിരുശേഷിപ്പുകൾ നശിപ്പിക്കൽ കൂടിയാണെന്ന് പറയാം. തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ചെറിയ വിഹിതം അയ്യപ്പന് സ്വർണമായി നൽകുന്ന സാധാരണക്കാരായ ഭക്തരെയാണ് ഈ സംഘം വഞ്ചിച്ചത്. ഭഗവാന് കൊടുത്തതുപോലും കട്ടു തിന്നുന്നവരാണ് ഇവിടെയുള്ളത്. സ്വർണം മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ സന്നിധാനത്തെ പഴമയുടെ അടയാളമായ ആ പഴയ ശ്രീകോവിൽ വാതിൽ പോലും ഇന്ന് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് വല്ലവന്റെയും വീടിന്റെ അലങ്കാരമായോ അതോ വിദേശത്തേക്ക് കടത്തിയോ? ദേവസ്വം ബോർഡിന്റെ പക്കൽ ഇതിനൊരു ഉത്തരമുണ്ടോ? സ്ട്രോങ് റൂമിലെ CCTVകൾ ആർക്ക് വേണ്ടിയാണ് ഇടയ്ക്കിടെ പണിമുടക്കുന്നത്? 1 പവൻ സ്വർണം വാങ്ങാൻ ആയുസിന്റെ പകുതി അധ്വാനിക്കുന്ന പാവപ്പെട്ട ഭക്തൻ അത് ഭഗവാന് സമർപ്പിക്കുന്നത് വലിയൊരു വിശ്വാസത്തിലാണ്. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഈ ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരും രാഷ്ട്രീയക്കാരും ചേർന്ന് കരിനിഴൽ വീഴ്ത്തുന്നത്. ഇതിന് കൂട്ടുനിൽക്കുന്ന SIT ഓർക്കുക, നിങ്ങൾ സംരക്ഷിക്കുന്നത് കുറ്റവാളികളെ മാത്രമല്ല, ഒരു വലിയ വഞ്ചനയെ കൂടിയാണ്. സത്യത്തിൽ SIT എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ 3 ജീവനക്കാരെ പ്രതിപട്ടികയിൽ ചേർത്ത് കൈകഴുകാനാണ് നീക്കം. ദ്വാരപാലക പാളി കേസിൽ 2 പേർ, കട്ടിളപ്പാളി കേസിൽ 1. ഇവരൊക്കെ വെറും ഉപകരണം മാത്രമാണ്. യഥാർത്ഥ ഗൂഢാലോചനക്കാർ പുറത്താണ്. കുറ്റപത്രം നൽകുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നത് പ്രതികൾ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കാനല്ലേ? SITയുടെ അന്വേഷണം ആമയുടെ വേഗത്തിലാണ്. ഹൈക്കോടതിക്ക് ഓരോ ഘട്ടത്തിലും ഇടപെടേണ്ടി വരുന്നു. ഫോൺ രേഖകൾ പരിശോധിക്കാൻ നിർദ്ദേശിക്കേണ്ടി വരുന്നു. ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അന്വേഷണ സംഘം ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്ന്. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ വെച്ച് നോക്കിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 ജീവനക്കാരിൽ ഈ കേസ് അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. പക്ഷെ ചോദ്യം ഇതാണ്, ആരായിരിക്കും ആ അടുത്ത ആളുകൾ?
SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന നിർണായക നീക്കങ്ങൾ വെറും പുകമറയാണ്. അതോ താഴെത്തട്ടിലുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വമ്പൻ സ്രാവുകളിലേക്ക് എത്തുന്നുണ്ടോ? 2019 മുതലുള്ള ഉദ്യോഗസ്ഥരെ ഫോൺ രേഖകൾ പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ വിളികൾ ആർക്കൊക്കെയാണ് പോയത്? ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരമാണ് സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുമാറ്റിയത്. ഈ ഫോൺ വിളികൾ വമ്പൻ രാഷ്ട്രീയ നേതാക്കളിലേക്കോ മുൻ ബോർഡ് മെമ്പർമാരിലേക്കോ നീളുന്നുണ്ടോ? സിനിമാ താരവും ജ്വല്ലറിയും നൽകിയ സ്വർണം ഔദ്യോഗികമായി രേഖപ്പെടുത്താത്തത് വലിയൊരു ക്രിമിനൽ ഒത്തുകളി തന്നെയാണ്. ഈ സ്വർണം കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ മാത്രം അറസ്റ്റ് ചെയ്താൽ മതിയോ? അതിന് മൗനാനുവാദം നൽകിയ മേലാധികാരികൾ ഇപ്പോഴും സുരക്ഷിതരാണ്. SIT ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന അറസ്റ്റ് പട്ടികയിൽ കടകംപള്ളിയോ പ്രശാന്തോ ഇല്ലായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ കോടതിയിൽ ഈ കേസ് വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കുറ്റപത്രം വൈകിപ്പിച്ചത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കിയാൽ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് വെറും സാധാരണ ജീവനക്കാർ മാത്രമാണോ? അതോ ഈ കൊള്ളയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളായ ആ അദൃശ്യ കൈകൾ എപ്പോഴെങ്കിലും വിലങ്ങണിയുമോ? സുഹൃത്തുക്കളെ, ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ പഴയ വാതിലിനും സ്വർണ്ണപ്പാളികൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ എത്ര കോടികൾ വിലയുണ്ടാകും? നമ്മുടെ സന്നിധാനത്തെ ചരിത്രം തന്നെ ഇവർ കടൽ കടത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വെറും 3 ഉദ്യോഗസ്ഥരെ മാത്രം പിടിച്ച് SIT കൈ കഴുകുമ്പോൾ ഈ സ്വർണം കടത്താൻ സഹായിച്ച ആ വലിയ മാഫിയയെ എന്തിനു മറച്ചു പിടിക്കുന്നു? ഓരോ വർഷവും ഓഡിറ്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പോഴൊന്നും കാണാത്ത ഈ 3.7 കിലോയുടെ കുറവ് ഇപ്പോൾ മാത്രം എങ്ങനെയുണ്ടായി? അന്നത്തെ ഓഡിറ്റർമാരെ എന്തുകൊണ്ട് SIT ചോദ്യം ചെയ്യുന്നില്ല? CCTV ദൃശ്യങ്ങളും രേഖകളും മായ്ച്ചു കളഞ്ഞ് ഈ കൊള്ളയ്ക്ക് പശ്ചാത്തലമൊരുക്കിയത് ആരാണ്? ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയെ നമ്മൾ വെറും ഒരു സാമ്പത്തിക തിരിമറിയായി കാണരുത്. ഇത് ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ആത്മസമർപ്പണത്തിന് നേരെ നടന്ന കടുത്ത ക്രൂരതയാണ്. സ്വർണം ഏതോ ഉദ്യോഗസ്ഥന്റെ വീട്ടിലോ അലങ്കാരമായി മാറുന്നുവെന്നോ അല്ലെങ്കിൽ സ്വർണം പൂശിയ വെറും ലോഹ കഷ്ണങ്ങൾ കൊണ്ട് ഭഗവാനെ പോലും ഇവർ വഞ്ചിക്കുമെന്നോ ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തോട് ജനങ്ങൾ ചോദിക്കുകയാണ്. കടകംപള്ളിയും പ്രശാന്തും നിലവിൽ ലിസ്റ്റിൽ ഇല്ലെന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് ആശ്വാസം? വെറും 3 ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കി ഈ വമ്പൻ കൊള്ളയുടെ വേരുകൾ മുറിച്ചു മാറ്റാനാണോ നിങ്ങളുടെ ശ്രമം? കുറ്റപത്രം സമർപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ അസ്വാഭാവികമായ മെല്ലേപ്പൊക്ക് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? പ്രതികൾക്ക് മുൻകൂർ ജാമ്യം എടുക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും നിങ്ങൾ വഴിയൊരുക്കുകയല്ലേ? സന്നിധാനത്തെ ദ്വാരപാലക പാളികളിലെ സ്വർണം മാത്രമല്ല നഷ്ടപ്പെട്ടത്, പകരം നമ്മുടെ നീതി വ്യവസ്ഥയിലുള്ള വിശ്വാസം കൂടിയാണ് ഇവിടെ ചോർന്നു പോകുന്നത്. കൊടിമര കേസിലെ രസീതില്ലാത്ത സ്വർണം ആരുടെ പക്കലാണ്? സിനിമാ താരവും ജ്വല്ലറിയും നൽകിയ ആ സ്വർണത്തിന് ഔദ്യോഗിക രേഖകളില്ലാത്തത് കേവലം ഒരു മറവിയല്ല, മറിച്ച് അതീവ കൃത്യതയോടെ ആസൂത്രണം ചെയ്ത ഒരു കവർച്ചയാണ്. അധികാരത്തിന്റെ തണലിലും രാഷ്ട്രീയ സ്വാധീനത്തിലും ഈ കൊള്ളക്കാരെ ഒളിപ്പിച്ചു നിർത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. നിയമത്തിന്റെ കണ്ണിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ പ്രാർത്ഥനകൾക്കും പ്രതിഷേധങ്ങൾക്കും മുന്നിൽ നിങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരും. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: ഈ അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് എത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ പതിവ് പോലെ താഴെത്തട്ടിലുള്ളവർ മാത്രം ശിക്ഷിക്കപ്പെട്ട ഈ കേസ് അവസാനിക്കുമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.